ഇന്നലെ രാത്രി ലോകം മുഴുവൻ കസ്റ്റംസുകാരുടെ തെരച്ചിലായിരുന്നു. ഇവിടെ തെരഞ്ഞു. ഒരു ബ്ലേഡ് കൂടെ കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്കറിഞ്ഞൂടെ. ഇപ്പൊ സ്റ്റോക്ക് ഒക്കെ സൂക്ഷിക്കുന്ന എവിടെയാണ് ഹോസ്പിറ്റ? നീ പോടാ. നമ്മള് വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തോ ചെറിയ കച്ചവടം ചെയ്യണം. കോടിക്കണക്കിനല്ലേ സാധനങ്ങൾ വരുന്നതും പോകുന്നതും. നീ ഇതുവരെ പോയില്ലേ? ഞാൻ എങ്ങോട്ട് പോവാൻ? എനിക്കെന്തെങ്കിലും ജോലി കിട്ടണവരെ, ശമ്പളം കിട്ടാൻ തുടങ്ങിയാൽ പെൺകുട്ടികൾക്കുള്ള വല്ല ഹോസ്റ്റലിൽ നിൽക്കാം. അതുവരെ ചന്ദ്രനും അതാ പറഞ്ഞത്. ചേച്ചി, അരി, പഞ്ചസാര, ചായപ്പൊടി, മസാലപ്പൊടി, പച്ചക്കറി ആ പറഞ്ഞോക്കില്ലേ നോക്ക്. എന്താടാ ഇത്? നിന്റെ ഒരു ചേച്ചി വിളിയും. അങ്ങനെ ഒരാളെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ കിട്ടുന്നത് ഭാഗ്യല്ലേ കരുണേട്ടാ? അവരുടെ കഥ മുഴുവൻ കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആദ്യം എനിക്കും ദേഷ്യം തോന്നിയത്. പാവാണ് കരുണേട്ടാ. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്, ടൈപ്പ് റൈറ്റിംഗ്, പിന്നെ വേറെന്തോ ഒരു പരീക്ഷ പാസ്. നിന്റെ വർണ്ണന അവക്ക് പറ്റി വല്ല മുണ്ടോ കൊടുപ്പോ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കൊടു. വേഗം വേറെ വല്ല സ്ഥലം അന്വേഷിച്ചോന്ന് പറ. പിന്നെ ഇവിടെ നിന്ന് ചോറും കറിയും വെക്കണ്ട്. ഉണ്ണാൻ കരുണേട്ടൻ ഉണ്ടാവണം. മാധവേടത്തിയുടെ കോലായി കിടന്ന കാലത്തിന്റെ ശേഷം ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ചോറ് തിന്നിട്ടില്ല. പെണ്ണുങ്ങളെന്ന് കേട്ടാ അപ്പ കരുണേട്ടന് കലി കയറും. മാധവേടത്തി കാരണാവും. നീ എപ്പോഴും കരുണേട്ടന്റെ കൂടെ ആയിരുന്നോ? 8-9 വയസ്സുള്ളപ്പോ കടവത്ത് ഓരോ പണി ചെയ്യാൻ തുടങ്ങി. കരുണേട്ടനെ അപ്ലൈ അറിയും. പുറമേക്ക് കാണുന്ന മാതിരിയല്ല കേട്ടോ. കണ്ണും പിടിയും കാട്ടും, തല്ലാമരും. ഉള്ളിലൊന്നുമില്ല. അത് എനിക്കല്ലേ അറിയൂ. കരുണേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിയുള്ള ആളുകളൊക്കെ വിറയ്ക്കും. ഓ, എപ്പോഴെങ്കിലും പുള്ളി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ചന്ദ്രൻ? മാധവേടത്തിയായിട്ട് വലിയ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണല്ലോ. പിന്നെ 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 കരുണേട്ടൻ എങ്ങോട്ടോ പോയി. മാധവേടത്തി കല്യാണം കഴിച്ചു. പഞ്ചായത്ത് പറഞ്ഞിരുന്നാലേ പകല് കടവത്തിന് കിട്ടണ 4 കാശ് പോവും. ഇനി വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി ചന്ദ്രൻ. ഇന്ന് പാകത്തിനേ ഉള്ളൂ. അത്താണിക്കര വേലായുധനുമായിട്ട് കരുണേട്ടന്റെ തല്ല് അതാ കാണേണ്ടിയിരുന്നത്. വേലായുധനെന്ന് കേട്ടാ അങ്ങാടിക്കാരെ കൂടി വിറയ്ക്കും. കടവത്തുനിന്ന് കോട്ടവാളിൽ ഒരു അടി തന്നെ. വേലായുധൻ 3 കത്തിയെടുത്തു. കത്തിയെടുക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം. തല്ലും പിടിക്കാൻ നിയമമുണ്ടോ? പിന്നെ അതിനും ചില റൂളില്ലേ? അവസാനം വേലായുധം ഫീറ്റ്. ഞാൻ കണ്ടതാ കുട്ടിക്കാലത്ത്. ഈ മാധവിയേട്ടത്തി ഇപ്പൊ എവിടെ? കുമാരമൂപ്പന്റെ ഭാര്യ. ഇപ്പൊ കാശും പണമായില്ലേ. ഞാൻ പോവാറില്ല. പോകണമെന്ന് തോന്നണമില്ല. വേഗം മുറിച്ചെടുക്ക്. കഴിക്കാറായി. ചെറുക്കനുണ്ടോട്ടെ? ഞാൻ എവിടുന്നാണെങ്കിലും കഴിക്കണല്ലോ. വാങ്ങേട്ടാ. അതങ്ങനെ ഇങ്ങനെ പോകുന്ന ആൾക്കാരല്ല. വലിയ വലിയ ആളുകൾ നിർബന്ധിച്ചാൽ, അതും വല്ലപ്പോഴൊക്കെ. ഒരൊറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. പെങ്ങളെ, ആദ്യം കണ്ട പറഞ്ഞില്ല. അല്ല, എന്നെ ഓർമ്മില്ലേ? നാരായണേട്ടന്റെ കൂടെയുള്ള ശിവൻകുട്ടി. നമുക്ക് വേണമെങ്കിൽ വേറെ കമ്പനി ആവാം. ചന്ദ്രൻ പോയോ? പോയി. കുറച്ച് ചെമ്മീൻ കൊണ്ടു തന്നു. അങ്ങാടി പോയപ്പോ ഒരുത്തനെ കണ്ടു. അവൻ മഹാമോശക്കാരന്. ഏട്ടത്തിന്റെ വീട്ടിൽ വന്നപ്പോ ഹോട്ടലിൽ കൂടെ പോയാ 300 രൂപ തരാന്നൊക്കെ പറഞ്ഞു. തുണ്ടി പോവായിരുന്നില്ലേ?
എന്നെ വിൽക്കേണ്ട ഗതികേട് വന്നാൽ ഞാൻ ഒരു കഷ്ണം കയറി ചെലവാക്കും. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്താ അവന്റെ പേര്? ആ, പേരറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവനെ പോലെ ഒത്തിരി പേരുണ്ട് പട്ടണത്തിൽ. ചായ വേണോ? 3 നേരം വിഷം ഇങ്ങനെ കഴിച്ചാ എന്ത് മോശ കിട്ടുക? അച്ഛനമ്മയൊക്കെ ഉള്ള കാലത്തും ഇങ്ങനെയാണോ? അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഏതോ കപ്പക്കാരനായിരുന്നു. കപ്പലിൽ നിന്ന് വന്ന ഏതോ ഒരുത്തൻ. കപ്പക്കാരന്റെ മോനെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ തന്തയില്ലാത്തവനെന്ന അർത്ഥം. അമ്മ? എനിക്ക് നാണക്കേട് തോന്നാൻ തുടങ്ങണ പ്രായവും മുമ്പേ മരിച്ചു. ഭാഗ്യം. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക്? ഹേയ്, കഴിഞ്ഞ 4-5 കൊല്ലം ഒരുപാട് ആളുകളുടെ കൂടെ ആയിരുന്നില്ലേ? ഞങ്ങൾ അമ്മായിയമ്മയുടെ വീടെന്ന് പറയും. സുഖമുള്ള സ്ഥലം. ജയില്. ചന്ദ്രൻ പറഞ്ഞില്ലേ? എന്തിന്? ഒരു വാക്കത്ത് കൊണ്ട് 5-6 ആളുകൾ വെട്ടി. പക്ഷെ ആരും ചത്തില്ല. ഞാനൊന്ന് കറങ്ങിട്ട് വരാം. എനിക്ക് നല്ല പേടിയുണ്ട്. എന്നെ പേടിക്കണ്ട. എനിക്ക് ഒറ്റ പെണ്ണിന്റെ ലോഹ്യം വേണ്ട. എല്ലാത്തിനും അറപ്പാ. അതല്ല, ഞാൻ ഏട്ടത്തിയുടെ ആള് തെരഞ്ഞു വന്നാൽ അവരെയാണ് പേടി. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. മോശം. ചായ? ഞാനിവളുടെ ഏട്ടത്തിയാ. നീ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ രാത്രിയിലെ ഞാൻ അറിഞ്ഞത്. നീ വരുന്നില്ലേ? ഞാനിവളെ കൂട്ടിക്കൊണ്ട് പോവാ. ഏട്ടത്തി തന്നെയല്ലേ? എന്നാ പോയിക്കോ. ഞാനില്ല. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. അവക്ക് സമ്മതാനെ വിളിച്ചോണ്ട് പോയിക്കോ. തെരുവിൽ വിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയതാ. എന്നെ അയക്കല്ലേ. എന്നെ അവരുടെ കൂടെ അയക്കല്ലേ കരുണേട്ടാ. അവള് വരുന്നില്ല. എവിടെ അവള്? ഏട്ടത്തി അനിയത്തിയും തമ്മിൽ എന്തോ ഒരു പിണക്കം. ഒരു ദിവസം പെണ്ണ് പൊക്കളഞ്ഞു. എവിടെ ദേവയാനി? നിൽക്ക്. അവക്ക് വരാൻ ഇഷ്ടമല്ലെന്ന്. താൻ ആരാടോ? അവന്റെ ഭാര്യയുടെ അനിയത്തിയാ. തന്നെ പോലീസിനോട് ചാർജ് ചെയ്യിക്കും. എടി ദേവയാനി, വലിച്ചു പുറത്താണ് അവളെ. എടോ, ഇത് എന്റെ വീടാ. എന്നോട് കളിച്ചല്ലേ? തനിക്ക് എന്നെ ശരിക്കും അറിയില്ല. അറിയും. ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ കുറെ കറങ്ങിയവനാ. കപ്പക്കാർക്ക് കൂട്ടിക്കൊടുക്കുന്ന നിന്നെ അറിയാത്തവരാരുണ്ടടാ ഈ നാട്ടില്? എന്നെ നിർബന്ധിച്ചപ്പോൾ വന്നതാണ്. അവളെ രക്ഷിക്കൂ, നിങ്ങൾ ആരായാലും. തട്ടിക്കൊണ്ടുപോയതാണ്. തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ ഇവരുടെ നേരെ കത്തിയെടുത്തോണ്ട് ചാടി. പോലീസിനോട്ടാണ് 4 പൊട്ടിക്ക്. പെണ്ണിനൊന്ന് വരട്ടെ മതി. ഇവനെ ശരിക്കും ചാർത്തണം. സർക്കിളിനെ വിളിച്ചു പറയാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കുമാരേട്ട. ശരിയാക്കാടോ. സർക്കിളിന് പറ്റില്ലെങ്കിൽ ഡിവൈഎസ്പി വിളിക്കാം. അല്ല, എപ്പോഴാ അങ്ങോട്ടൊക്കെ വരുന്നത്? വരാടോ. എന്നാ ഞാൻ വരട്ടെ. ഗോവിന്ദ, നീ നിൽക്ക്. ഹലോ, സർക്കിളില്ലേ? അതെ, സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ മേനോൻ. ആ സാർ, ഞാനാ കുമാരൻ.
ഞാൻ ഗോവിന്ദന് വിടാം. പിടിച്ചുകൊണ്ടുപോയി ശരിക്കൊന്ന് പെരുമാറണം. കയ്യും കാലും ഒടിച്ചിടണം. പിന്നെ ഒരു 6 മാസത്തേക്ക് ഇറങ്ങാൻ പറ്റരുത്. എല്ലാം ഗോവിന്ദൻ പറഞ്ഞോളും. ഞാൻ പിന്നെ കണ്ടോളാം സാർ. ആരുടെ കയ്യും കാലുമാണ് തല്ലിയൊടിക്കാൻ പോണത്? ഞാനല്ല, പോലീസ് ചെയ്തോളും. എവിടെന്നോ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടൊന്ന് പാർപ്പിച്ചതാണ് കേസ്. ആര്? അവൻ തന്നെ, നിന്റെ പഴയ ലോകിക്കാരൻ. അതവിടെ ഇട്ടാ മതി. വെള്ളം കണ്ടിട്ട് എത്ര കാലായി? ചന്ദ്ര, ഇത് കൊടുക്ക്. മനുഷ്യരുടെ ഇടയിൽ നടക്കുമ്പോ നാറില്ലേ? നീ ഉണ്ടാണോ ഇവിടെ? അവറ്റേന് ദമ്മെടുക്കാൻ വരില്ല. എന്നാലും ആരെങ്കിലും ഒരാൾ വേണം ഇവിടെ. ആരാ കരണൻ? ഞാൻ തന്നെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞങ്ങളൊക്കെ തന്നെ. ആരാ ദേവയാനി? ഇതാരാ? പെണ്ണ്. നിന്റെ ആരാണെന്ന് ചോദിച്ചത്? അതാ മലയാളത്തിൽ പറഞ്ഞത്. പെണ്ണ്. വിളവെടുക്കണ്ട. ഒരു കംപ്ലൈന്റ് ഉണ്ട്. നീ ഇവിടെ തട്ടിക്കൊണ്ട് പോകുന്നതല്ലടാ. ഏത് സാറേ, ഇത്തിരി മയത്തി വർത്താനം പറ. ദേവയാനി, ഇങ്ങോട്ട് വന്നോ. ഈ സ്ത്രീ പേര്? ദേവയാനി. വയസ്സ്? 22. ഈ വീട്ടിൽ വരാൻ കാരണം അവർക്ക് ഇഷ്ടമായിട്ട്? നീയുമായിട്ടുള്ള ബന്ധം? ഭാര്യ. എല്ലാവരും സ്റ്റേഷനിൽ നിർത്തും സാർ. വാറണ്ട് ഉണ്ടോ? വാറണ്ട് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ കിട്ടും എല്ലാറ്റിനെയും. നാരായണ ചുമ്മാതിരിക്കുന്നില്ല. ആവശ്യത്തിനുള്ള നിയമമൊക്കെ എനിക്കും അറിയാം. അങ്ങനെ അങ്ങോട്ട് കേസെടുക്കാൻ പോയാ ഇത്തിരി ഞെരുങ്ങും. കല്യാണം കഴിച്ചവരാന്ന് പറഞ്ഞപ്പോ ഏടിന്റെ മുഖർ എളിഞ്ഞു. ചേച്ചി കണ്ടോ? കരുണേട്ടന്റെ അടുത്ത് അവര് കളി പഠിക്കണം. ഇനി ആ നാരായണന്റെ ആൾക്കാർ ആരെങ്കിലും വന്നാലും അത് തന്നെ പറഞ്ഞാ മതി, കരുണേട്ടന്റെ ഭാര്യയാണെന്ന്. അതാണ് കളി. ചേച്ചി, നിങ്ങൾ രണ്ടാളും ശരിക്കും അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ എന്താ? പിന്നെ ആരും തകരാറിന് വരില്ലല്ലോ. നിനക്ക് പ്രാന്ത. മിണ്ടാണ്ടിരുന്നു ഒരു ഭാഗത്ത്. നാളെ രാത്രി കപ്പലെത്തും. കറക്റ്റ് ടൈം ഞാൻ പറയാം. പിന്നെ ജോസഫ് കാശിന്റെ കാര്യം പറഞ്ഞില്ലേ? വലിയ വള്ളം വേണ്ടി വരും. 2 ആള് സഹായത്തിന്. ഒന്ന് നിന്റെ ചന്ദ്രനുണ്ടല്ലോ. ഗവൺമെന്റ് അപ്രൂവൽ ആണോ ഇല്ലെന്നുള്ളത് ആരെ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് പരസ്യത്തിൽ ഇന്റർവ്യൂ ട്രിവാൻഡ്രത്ത്. മസ്കറ്റിൽ നേരത്തെ 2 റൂം. ഹംസ, അതാ നല്ലത്. ഹംസേ, ഞാൻ ഗോപി. താൻ ഒളിച്ചു കളിക്കാൻ കുറെ ദിവസമായി. വാ ഗോപി, പറയട്ടെ. എന്റെ വയസ്സായ അച്ഛൻ ഇരിക്കുന്ന വീട് പണം എഴുതി. തനിക്ക് 15,000 രൂപ തരാൻ. എനിക്കിപ്പോ എന്റെ രൂപ തരണം. ഇപ്പൊ അല്ല മിസ്സാകണം. എടോ, പുറത്തേക്ക് സംസാരിക്കാൻ പറഞ്ഞില്ലേ? എവിടെ ചെന്നാലും കച്ചറ തന്നെ. അത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മാഷ് ആള് കൊള്ളാമല്ലോ. വാ. മതി. പണം തിരിച്ചു കിട്ടാൻ കേസ് കൊടുത്താലോ? കേസ്? അവന്റെ പേര് കാച്ചിന് മുതലുണ്ടാവില്ല. പിന്നെന്ത് കേസ്?
അച്ഛൻ അറിഞ്ഞാലത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്റെ മണ്ടത്തരം കൊണ്ട് ഇരിക്കുന്ന സ്ഥലം കൂടെ പോവെന്നാണ് ഭയം. കാലക്കേട്. മാഷ് ചോറിന് മാഷേ, പോയത് പോയി. ചന്ദ്രൻ വന്നല്ലേ? ഉണ്ടിട്ടാ കടവത്തേക്ക് പോയത്. ഇംഗ്ലീഷും കണക്കും ടൈപ്പും ഒക്കെ പഠിച്ച ആളായതും. അവിടെ വെച്ചാ മതി. എടാ, ഇത് എന്റെ ആളാ. അന്ന് രാത്രി കായലില്. മാഷ നേരത്തെ അവിടെ ഉണ്ടായത് ചേച്ചിക്കത് അറിയില്ല, പറയണ്ട. നാളെ ഞായറാഴ്ചയല്ലേ, വല്ല ടൂറിസ്റ്റിനെയും കിട്ടും. നീ എന്ത് വേണേ ചെയ്തു. ചന്ദ്രനും ആരുമില്ല, എന്നെ പോലെ തന്നെ. ഈ ഹമുക്ക് അംസയുടെ വിലയിൽ എങ്ങനെ വീണു? കോളേജ് വിട്ടപ്പോ പല ജോലിക്കും ശ്രമിച്ചു, ഒന്നും ശരിയായില്ല. മസ്കറ്റിലൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് ആദ്യം എന്റെ ഫ്രണ്ടാ വന്നത്. എറണാകുളത്തെ വലിയ ഹോട്ടലിൽ വെച്ച് ഇന്റർവ്യൂ. അതൊക്കെ അന്തസ്സിൽ തന്നെ. പോയി വരാം. മാഷ് ഇവിടെയാണോ കിടപ്പ്? എന്താ പറ്റില്ലേ? പായ ഒന്നുകൂടി വാങ്ങിക്കളയാം നാളെ. ഞാൻ കടവത്ത് കിടന്നോളാം മാഷെ, അവിടെ സുഖ. മാഷ് ഇവിടെ കിടന്നു. ഞാൻ BSc കഴിഞ്ഞാണ്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പണി കിട്ടുമെന്ന് നോക്കണം. പണി ആവശ്യമുള്ളവർ വേറെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ആയിട്ട് വേണം അച്ഛനൊന്ന് എഴുതാൻ. കരുണൻ അകത്ത് പോയി കിടന്നോളൂ, എനിക്ക് ഉറക്കം വരില്ല ഇപ്പൊ കിടന്നാൽ തന്നെ. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, വിഷമൊന്നുമില്ല. ഞാൻ എന്നും ഇവിടെയാ. അകത്തുള്ളത് കരുണന്റെ. ആരുമല്ല, ഇവിടെ വന്ന് പെട്ടു. പോകാൻ അവക്കുമില്ല ഒരു സ്ഥലം. വാതിലടയ്ക്കാണ്. രാത്രി വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല.